ശബരിമല ക്ഷേത്രം ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാരിന് ഭരണഘടനാപരമായ അധികാരമുണ്ടെന്ന് ഭരണഘടനാ വിദഗ്ധൻ കൂടിയായ മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ PDT ആചാരി. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് ക്ഷേത്രങ്ങളുടെ സംരക്ഷണം. സംസ്ഥാന സർക്കാരിന് പ്രത്യേക നിയമമുണ്ടെങ്കിൽ പോലും ആ നിയമത്തെ മറികടന്ന് കേന്ദ്രത്തിന് നിയമം നിർമ്മിക്കാം. ഓർഡിനൻസ് അധികാരവുമുണ്ടെന്ന് PDT ആചാരി ജനം TVയോട് പറഞ്ഞു. ഈ ശബരിമല വിഷയത്തിൽ നിലവിലെ ശബരിമല വിഷയം മാത്രമായി എടുത്താൽ ശബരിമല ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുമോ? ഈ ശബരിമല എന്ന് പറയുന്നത് ഒരു ക്ഷേത്രം. നമ്മുടെ ഭരണഘടന അനുസരിച്ച് രണ്ട് കൺസെപ്റ്റുകളുണ്ട്. ഒന്ന്, ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അമ്പലങ്ങളിലാതിൽപ്പെടുന്നതാണ്, ക്ഷേത്രങ്ങളിലാതിൽപ്പെടും. രണ്ട്, പിൽഗ്രിം സെൻറ്റേഴ്സ്. ശബരിമല എന്ന് പറയുന്നത് പിൽഗ്രിം സെൻറ്റർ ആണോ ക്ഷേത്രമാണോ എന്നുള്ളൊരു കാര്യം തീരുമാനിക്കണം. അതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു സംഗതി. ക്ഷേത്രമാണെങ്കിൽ കൺകറൻറ്റ് ലിസ്റ്റിലാണത് വരുന്നത്. കൺകറൻറ്റ് ലിസ്റ്റ് വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും നിയമം നിർമ്മിക്കാം ഒരുപോലെ. കൺകറൻറ്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു സബ്ജക്റ്റിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാനത്തിൻ്റെ നിയമത്തിനെ മറികടന്ന് മറ്റൊരു നിയമം ഉണ്ടാക്കാം. പാർലമെൻറ്റിന് അധികാരമുണ്ട്. അങ്ങനൊരു സംഗതിയുണ്ട്. അതായത് നിയമം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന അനുസരിച്ച് പാർലമെൻറ്റ് നിയമം ഉണ്ടാക്കാവുന്ന എല്ലാ കാര്യങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് എക്സിക്യൂട്ടീവ് ഓർഡർ ഇഷ്യൂ ചെയ്യാം. ഇനി നിയമം ഉണ്ടോയെന്ന് വെച്ചോ, സംസ്ഥാനത്തിന് നിയമമുണ്ട് എങ്കിൽ കേന്ദ്രത്തിന് ആ നിയമം റിപ്പീൽ ചെയ്യാം. റിപ്പീൽ ചെയ്തിട്ട് പുതിയ നിയമം ഉണ്ടാക്കാം. ഇങ്ങനെ ധാരാളം അധികാരങ്ങൾ കേന്ദ്രത്തിന് കൊടുക്കുന്ന ഒരു സ്കീമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ കൺകറൻറ്റ് ലിസ്റ്റിൽ പെടുന്ന സംഗതിയിൽ പറയുന്നത്. വിവരങ്ങളുമായി ഈ അഭിമുഖം എടുത്ത ഐസൻ ജോസ് ഒപ്പം ചേരുന്നുണ്ട്. ഐസൻ, ഈ ഭരണഘടനയെക്കുറിച്ച് ഇത്രമേൽ ആഴത്തിൽ അറിവുള്ള പരിജ്ഞാനമുള്ള മറ്റൊരാളുണ്ടോ എന്ന ചോദ്യം, അതിനുത്തരവില്ല. PDT ആചാരിയാണ് ഏറ്റവും കൃത്യമായി ഭരണഘടനയെക്കുറിച്ച് ആഴത്തിൽ പറയുന്ന ഒരാൾ. എന്താണ് അദ്ദേഹം ഐസനൊപ്പം നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്? കൃഷ്ണരാജ്, ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ തന്നെ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത് ക്ഷേത്രങ്ങളുടെ ഭരണം എന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. നമുക്കറിയാവുന്നതാണ്, ഭരണഘടനയിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും കൃത്യമായി അധികാരങ്ങളും നടപടി സ്വീകരിക്കാനുള്ള വകുപ്പുകളും എല്ലാം തന്നെ കൃത്യമായി വിഭജിക്കുന്നത് 3 ലിസ്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന് സ്റ്റേറ്റ് ലിസ്റ്റും സെൻട്രൽ ലിസ്റ്റും അതുപോലെ തന്നെ കൺകറൻറ്റ് ലിസ്റ്റും. ഈ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ നിയമം നിർമ്മിക്കാനും അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്താനുമുള്ള അധികാരം നൽകുന്ന ഒരു ലിസ്റ്റാണ്, അല്ലെങ്കിൽ ഭരണഘടനാപരമായ ഒരു അധികാരമാണ്. ഈ അധികാരത്തിൻ്റെ ായിരിക്കും ക്ഷേത്രങ്ങൾ ഉൾപ്പെടുക എന്നതുകൊണ്ട് തന്നെ ശബരിമല ക്ഷേത്രം ഏറ്റെടുക്കാനുള്ള, അല്ലെങ്കിൽ ശബരിമല അയ്യപ്പ ക്ഷേത്രം ഏറ്റെടുക്കാനുള്ള അധികാരം സ്വാഭാവികമായും ഏറ്റെടുക്കാനുള്ള അധികാരത്തിന് അനുബന്ധമായ നിയമം നിർമ്മിക്കാനുള്ള ഭരണഘടനാപരമായ അധികാരം കൃത്യമായും കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന് തന്നെയാണ് PDT ആചാരി വളരെ കൃത്യമായി പറയുന്നത്. കാരണം അത് കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. മറ്റു പ്രധാന പ്രത്യേകതകൾ കൂടി അതിൽ പറയുന്നത്, സംസ്ഥാനം ഒരു നിയമം നിർമ്മിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെ, അതായത് ഒരു സംസ്ഥാനതല നിയമം ഈ വിഷയത്തിൽ കൺകറൻറ്റ് ലിസ്റ്റിലുള്ള പരാമർശിക്കപ്പെടുന്ന വിഷയത്തിൽ സംസ്ഥാനത്ത് ഒരു നിയമമുണ്ടെങ്കിൽ തന്നെ ആ നിയമത്തെ മറികടക്കുന്ന, അല്ലെങ്കിൽ ആ നിയമത്തെ റിപ്പീൽ ചെയ്യാവുന്ന അല്ലെങ്കിൽ പിൻവലിക്കാവുന്ന രീതിയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരവും കേന്ദ്ര സർക്കാരിനുണ്ട് എന്നാണ് കൺകറൻറ്റ് ലിസ്റ്റിൻ്റെ വിശദമായ പഠനങ്ങൾ, അതായത് ഭരണഘടനാ വശങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, നിയമം നിർമ്മിക്കാനുള്ള അധികാരം എന്നതിനപ്പുറം ഒരു ഓർഡിനൻസ് നിർമ്മിക്കുന്നതിന്, അതായത് ഓർഡിനൻസ് പുറത്തിറക്കുന്നതിനുള്ള അധികാരവും ഉൾപ്പെടുന്നുണ്ട്. അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഒരു നിയമം നിലവിലില്ല, ഒരു അടിയന്തര സ്വഭാവം അവിടെ ഉണ്ട് എങ്കിൽ ഒരു ഓർഡിനൻസായി ഇത് പുറത്തിറക്കാനുള്ളൊരു അധികാരവും തീർച്ചയായും കേന്ദ്ര സർക്കാരിനുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പാർലമെൻറ്റ് നിയമം പാസ്സാക്കുന്നതിന് പൂർണ്ണമായ അധികാരമുണ്ട്. ശക്തമായ നിയമം സംസ്ഥാന സർക്കാരുകൾ പാസ്സാക്കുന്നതിനേക്കാൾ ശക്തമായ നിയമം നടപ്പിൽ വരുത്താൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്. കേന്ദ്ര സർക്കാരിന് ഇത് തയ്യാറാക്കാൻ സാധ്യതകളുമുണ്ട്. ഭരണഘടനാപരമായ കൃത്യമായ അധികാരം അതിനെ കേന്ദ്ര സർക്കാരിനും പാർലമെൻറ്റിനും ഉണ്ട് എന്ന് തന്നെയാണ് ഭരണഘടനാ വിദഗ്ധനും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ സെക്രട്ടറി ജനറലായി ജോലി ചെയ്യുകയും ചെയ്തിരുന്ന വിശാലമായ ഭരണഘടനാ പാർലമെൻ്ററി അനുഭവങ്ങൾ തൻ്റെ കർമ്മപഥത്തിലുള്ള വ്യക്തി കൂടിയായ PDT ആചാരി നമ്മളോട് പങ്കുവച്ചത്. ശബരിമല ക്ഷേത്രം ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാരിന് ഭരണഘടനാപരമായ അധികാരമുണ്ട്. ഒരുപക്ഷെ വിശ്വാസികൾ ഏറെ പ്രതീക്ഷയോടെ കേൾക്കുന്ന ഒരു പ്രതികരണം അല്ലേ? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയോടെ കേൾക്കുന്ന ഒരു പ്രതികരണം തന്നെയാണത്. കാരണം നമുക്കറിയാവുന്നതാണ്, വിവിധങ്ങളായ പ്രശ്നങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയതായ ഒരു പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്നത്, ഈ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ വിഷയങ്ങളാണ്. ഇത്തരം വിഷയങ്ങളിലെല്ലാം തന്നെ ഒരു മാനേജ്മെൻറ്റ് സംവിധാനം കൃത്യമായി കൊണ്ടുവരുന്നതിന് സാധ്യമാകുന്ന നിയമനിർമ്മാണത്തിനുള്ള എല്ലാ വഴികളും തുറന്നു കിടക്കുന്നു എന്ന് തന്നെയാണ് ഭരണഘടനാ വിദഗ്ധൻ കൂടിയായ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അതായത് നമുക്കറിയാം, തിരുപ്പതിയിലൊക്കെ ഉള്ള
പോലെ ഒരു ഗവേണിംഗ് ബോഡി, അത്തരത്തിലുള്ള ആ ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം കണ്ടെത്തി, ആ ക്ഷേത്രത്തിൻ്റെ രീതികൾ കണ്ടെത്തി, ആ രീതിക്ക് അനുസൃതമായ രീതിയിൽ ഒരു സംവിധാനം നിയമനിർമ്മാണം നടത്തുക എന്നതാണ് ഈ കേന്ദ്രത്തിൻ്റെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു വിഷയത്തിൽ കൈകാര്യം ചെയ്യപ്പെടാവുന്ന ഏറ്റവും ശക്തമായ ഒരു അധികാരം എന്നതാണ് നിലവിലെ വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ശബരിമലയുടെ നിയന്ത്രണം, ഇത്രയും വലിയൊരു ക്ഷേത്രം, അതുപോലെ തന്നെ കേരളത്തിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ഭക്തർ എത്തുന്ന ഒരു ക്ഷേത്രം, അത്തരത്തിൽ വിശാലമായ അർത്ഥത്തിൽ പലതരം പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണത്. പറഞ്ഞു വന്നത് തുടരാം. തീർച്ചയായും കൃഷ്ണരാജ്, ഇപ്പോൾ ഈ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ നടപടിക്ക് സാധ്യത, അതായത് കൃത്യമായും ഒരു നീക്കം പാർലമെന്റ് എനാക്ട്മെന്റ് വഴി സാധ്യമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അത്തരത്തിലൊരു സാധ്യത, വലിയൊരു സാധ്യത തന്നെ നിലനിൽക്കുന്നു. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ വിശാലമായ ഒരർത്ഥത്തിൽ വലിയ പ്രതീക്ഷയോടെ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്ന ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് നീങ്ങുന്ന ഒരു സാഹചര്യം ഹൈന്ദവ സമൂഹത്തിനിടയിലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ശബരിമല ക്ഷേത്രം ഏറ്റെടുക്കുന്നതിനുള്ള ഒരു നീക്കം ഉണ്ടാകണം എന്ന ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നീക്കമുണ്ടാകാൻ സാധ്യതയുണ്ട്, നിയമസാധ്യതയുണ്ട് എന്ന നിലപാട് തന്നെയാണ് ഭരണഘടനാ വിദഗ്ധൻ കൂടിയായ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും കേന്ദ്രത്തിനുള്ള ചില പ്രത്യേക അധികാരങ്ങളുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ചില അധികാരങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ സമാനമായ അധികാരങ്ങളെക്കാൾ കുറെ കൂടി ബലവത്തായ അധികാരങ്ങളാണ്, പ്രത്യേകിച്ചും നിയമനിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ. മാത്രമല്ല ഓർഡിനൻസ് നിർമ്മിക്കുന്നതിൻ്റെ കാര്യത്തിൽ ശബരിമല ഏറ്റെടുക്കുന്നതിന് ഒരു ഓർഡിനൻസ് തയ്യാറാക്കി ആ ഓർഡിനൻസ് വഴി ശബരിമലയെ ഏറ്റെടുക്കുന്നതിനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിന് നടത്താം. അതുപോലെ തന്നെ നിയമനിർമ്മാണവും നടത്താം. സ്വാഭാവികമായും ഓർഡിനൻസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഓർഡിനൻസുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം 6 മാസത്തിനകം നടത്തേണ്ട സാഹചര്യവുമുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും കൃത്യമായി കണ്ടെത്തിയതിന് ശേഷമാണ് ഈ നീക്കത്തിലേക്ക് കടക്കേണ്ടത് എന്നൊരു നിലപാടും തീർച്ചയായും ഭരണഘടനാ വിദഗ്ധരും നിയമവിദഗ്ധരും നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. തീർച്ചയായും ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭരണഘടനാപരമായ ഒരു അധികാരം, അതായത് ഏതെങ്കിലും തരത്തിലുള്ളൊരു നിയമം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ കൂടി കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ സ്വാഭാവികമായും ആ നിയമത്തെ പിൻവലിക്കത്തക്ക രീതിയിൽ, റിപ്പീൽ ചെയ്യാവുന്ന രീതിയിൽ ശക്തമായ നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട് എന്ന് തന്നെയാണ് PDT ആചാരി പറഞ്ഞു വെച്ചത്. കൃഷ്ണരാജ്. ശരി. ശബരിമല ക്ഷേത്രം ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാരിന് ഭരണഘടനാപരമായ അധികാരം ഉണ്ട് എന്ന് ഭരണഘടനാ വിദഗ്ധൻ കൂടിയായ മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ PDT ആചാരി പറയുന്നു. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് ക്ഷേത്രങ്ങളുടെ സംരക്ഷണം. സംസ്ഥാന സർക്കാരിന് പ്രത്യേക നിയമമുണ്ടെങ്കിൽ പോലും ആ നിയമത്തെ മറികടന്ന് കേന്ദ്രത്തിന് നിയമം നിർമ്മിക്കാം. ഓർഡിനൻസ് അധികാരവും ഉണ്ടെന്നും PDT ആചാരി പറയുകയാണ്. അതായത് ഐസൻ, ഏതൊരു അർത്ഥത്തിലും കേന്ദ്രത്തിന് അത് ഏറ്റെടുക്കാവുന്നതേ ഉള്ളൂ. അതായത് കൺകറന്റ് ലിസ്റ്റിൽ എന്നത് പറയുന്നു. മറ്റൊന്ന് ക്ഷേത്രങ്ങളുടെ സംരക്ഷണം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. ഇനി സംസ്ഥാന സർക്കാരിന് പ്രത്യേക നിയമമുണ്ടെങ്കിൽ പോലും ആ നിയമത്തെ മറികടന്ന് മറ്റൊരു നിയമം കേന്ദ്രത്തിന് നിർമ്മിക്കാം, വേണമെങ്കിൽ ഓർഡിനൻസ് ഇറക്കാം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പഴുതുകളില്ലാതെ കേന്ദ്രത്തിന് ശബരിമല അടക്കം ക്ഷേത്രങ്ങളിൽ പിടിമുറുക്കാൻ അവകാശമുണ്ട് എന്നാണോ? സംബന്ധിച്ച്, അതായത് ഒരു ക്ഷേത്രമാണെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ഭരണം സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിന് നിയമം നിർമ്മിക്കാൻ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യമായ അധികാരങ്ങളുണ്ട്. പക്ഷേ മുൻതൂക്കമുള്ള ഒരു അധികാരം പാർലമെൻറ്റിനുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. തീർച്ചയായും അത് ഭരണഘടനാപരമായ ഒരു വസ്തുത തന്നെയാണ്. ഈ വിഷയം നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പലതവണ. അത്തരത്തിൽ ഇതിൽ പല അഭിപ്രായങ്ങളും വരാവുന്ന ഒരു സാധ്യതയുമുണ്ട്. സൂചനകൾ ലഭ്യമായത് പ്രകാരം, അതായത് നിലവിലെ നിയമ നടപടികളുടെ ഭാഗമായി ഏത് രീതിയിലാണോ ഇക്കാര്യത്തിലേക്ക് സമീപിക്കേണ്ടത് എന്നത് സംബന്ധിച്ചൊരു തീരുമാനമാണ് ഇനി ഉണ്ടാകേണ്ടത്. അതിന് കൃത്യമായൊരു നടപടിക്രമങ്ങൾ പാലിച്ച് കൃത്യമായ നീക്കങ്ങൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിഥികളുടെ മറുപടിയിൽ നിന്നെല്ലാം തന്നെ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങണമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമായാണ് ക്ഷേത്രം ഭരണം എന്നതുകൊണ്ട് തന്നെ ആ ക്ഷേത്രം സംബന്ധിച്ച് നിയമം നിർമ്മിക്കാൻ തീർച്ചയായും കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ആ അധികാരം ഉപയോഗിച്ച് നിയമം നിർമ്മിക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയമം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ നിയമത്തെ പോലും മറികടക്കാനുള്ള ഒരു സാധ്യത ആ നിയമനിർമ്മാണത്തിനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത്തരത്തിലുള്ള നിയമനിർമ്മാണം സാധ്യമാക്കാൻ തീർച്ചയായും സാധിക്കുമെന്നും ഉള്ള നിയമം, കേരളത്തിലെ ഏതെങ്കിലും നിയമം അതിന് വിഘ്നമായിട്ടുണ്ടെങ്കിൽ അതിനെ മറികടക്കാവുന്ന രീതിയിൽ, റിപ്പീൽ ചെയ്യാവുന്ന രീതിയിൽ നിയമം നിർമ്മിക്കാനുള്ള ഒരു സാധ്യതയും പാർലമെൻറ്റിനുണ്ട്. പാർലമെൻറ്റിനാണ് പരമാധികാരമെന്ന് പലതവണ സുപ്രീം കോടതി പോലും നിരീക്ഷിച്ചിട്ടുണ്ട്. പാർലമെൻറ്റിനാണ് ഈ 3 അധികാര കേന്ദ്രങ്ങളിൽ, ഭരണകൂടത്തിൻ്റെ 3 ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് എന്ന് പറയുന്ന 3 അധികാര കേന്ദ്രങ്ങളിൽ ഏറ്റവും മുൻതൂക്കമുള്ളത് പാർലമെൻറ്റിനാണ് എന്ന് നിരവധി തവണ സുപ്രീം കോടതി പോലും നിരീക്ഷിച്ചിട്ടുള്ള സാഹചര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. സ്വാഭാവികമായും പാർലമെൻറ്റിന് ഈ അധികാരം ഉപയോഗിക്കാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഭരണഘടനാ വിദഗ്ധൻ കൂടിയായ PDT ആചാരി പറഞ്ഞു വയ്ക്കുന്നത്.
യെസ്. ശബരിമല ക്ഷേത്രം ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാരിന് ഭരണഘടനാപരമായ അധികാരമുണ്ടെന്ന് ഭരണഘടനാ വിദഗ്ധൻ കൂടിയായ മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ PDT ആചാരി ജനം TV യോട് പ്രത്യേക അഭിമുഖത്തിൽ പ്രതികരിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.